ഞാൻ ബ്രാൻഡഡ് ആയ സാധനങ്ങൾ മാത്രമേ ഞാൻ വിൽക്കുന്നുള്ളൂ. അതിന്റേതായിട്ട് ക്വാളിറ്റി ഉണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് എന്തായാലും വിലയുണ്ടാവും. പശുക്കളെ നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റിയ സമയം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരത്തെയാണ് നമുക്ക് മഴകളൊക്കെ വന്നിരിക്കുന്നത്. കാരണം അത്ര കടുത്ത ചൂടായിരുന്നല്ലോ ഈ വർഷം. ഇതാ ചേച്ചി 4 കാമ്പും അടിപൊളിയാണ്. അപ്പം പിന്നെ മഞ്ഞപ്പാലല്ലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കൃഷ്ണഗിരി പശുക്കളുടെ പുതിയ ലോഡുമായിട്ട് നമ്മള് സ്മിത നമ്മുടെ വളാഞ്ചേരിയിലുള്ള ഫാമിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ലോഡ് കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യം എത്ര പശുക്കളുണ്ട് മൊത്തം? ഈ പ്രാവശ്യം നമുക്ക് കുറവാണ്. കാരണം ഇപ്പൊ ഭയങ്കര വിലയാണ്, വില ഭയങ്കര കൂടി നിൽക്കുകയാണ്. അപ്പൊ അത് കാരണം ഇപ്പൊ നമുക്ക് കുറവാണ്. നമുക്ക് ഇപ്പൊ ഒരു 10-30 പശുക്കളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു 4 ലോഡൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് പോയത്. അതെ, 4 ലോഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ നമുക്ക് 3 ലോഡിൽ ഒതുക്കേണ്ടി വന്നു. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഇന്ന് ശനി ഞായറും ആയതുകൊണ്ട് നമ്മള് കച്ചവടത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. വീണ്ടും ലോഡുകൾ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അറിയില്ല, നമ്മുടെ നാട്ടില് കർഷകര് പശുക്കളെ വാങ്ങിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴും. പക്ഷെ പഴയ ഒരു വിലയും ഭാഗങ്ങളൊന്നും പഴയ വിലക്കുണ്ട്. ഇപ്പൊ 30-നാണെങ്കിലും 40-നും 50-നും ഒക്കെ ഉണ്ട്. പക്ഷെ അത് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. എന്റെ അടുത്ത് വരുന്നവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. സ്മിതിന്റെ അടുത്താവുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കള്, അത്യാവശ്യം നല്ല പാലുള്ള പശുക്കള്, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിനെത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ വിലന്റെ പ്രശ്നം വരുന്നുള്ളൂ. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മള് നേരത്തെ എടുത്തേലും വെച്ചിട്ട് ക്വാളിറ്റി കൂടിയ പശുക്കൾ മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കാറുള്ളൂ. അതെ, ഇപ്പൊ നമുക്ക് പശു എടുക്കാൻ പറ്റിയ സമയമാണ്. പിന്നെ വേറൊന്ന് ഒരു ഹൈലൈറ്റ് ഒരു സാധനം ഉണ്ട്. എന്താ പറഞ്ഞാ പാലിന് വില കൂടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത കമന്റ് നമുക്ക് വരും, കാലിത്തീറ്റയ്ക്ക് വില കൂടും. ഓഫ്കോഴ്സ് ഒന്നിന് കൂടും പശുവിനും വില കൂടിയിട്ടുണ്ട്, ആനുപാതികമായിട്ട് കൂടും. സോ പാലിന് നന്നായിട്ട് വില കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കള് ഇപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും പുല്ലാണ്. നമുക്ക് ജസ്റ്റ് പശുവിനെ വാങ്ങിയിട്ട് ഇപ്പൊ കാലിത്തീറ്റ ആണെങ്കിലും കുറച്ച് കൊടുത്താൽ മതിയല്ലോ. വൈക്കോല് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ നമുക്ക് തീറ്റ ചെലവ് നമുക്ക് നല്ല പകുതി കുറയ്ക്കാം. പുല്ല് നല്ലോണം കൊടുക്കണം. പക്ഷെ വൈകുന്നേരം ഒരു നേരം കുറച്ച് വൈക്കോല് കൊടുത്താൽ അതിന്റെ ദഹനത്തിനും കാര്യത്തിനും നല്ലതാണ്. പക്ഷെ തീറ്റ ചെലവ് നമുക്ക് കുറയ്ക്കാം. ഇപ്പൊ നല്ല പശു എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ്. കാരണം വെയില് കുറച്ചുണ്ട്, കാലാവസ്ഥ അങ്ങനെയാണ്. പുല്ല് ഇഷ്ടം പോലെ എവിടെയൊക്കെ തന്നെ നോക്കും നിറയെ പച്ചപ്പുല്ലുകളാണ്. അപ്പൊ അതുകൊണ്ട് പശുവിന് തീറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്ക് ചെലവിന് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പാലിന് വില കൂടിയിട്ടുണ്ട്. നല്ല സമയമാണ് എടുക്കാൻ. നല്ല പശു നോക്കിയെടുക്കണം. അതിപ്പോ ഞാൻ പറയാലോ, എന്റെ അടുത്ത് പല ആളുകളും ചോദിക്കുന്നുണ്ട് 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ ഉള്ള 30-35 അങ്ങനത്തെ പശുക്കളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പല ആളുകളുടെ കയ്യിലും പറയുന്നുണ്ട് ഞങ്ങൾ 50-ന് പശു എടുത്തു തരാം, 40-ന് തരാം, 35-ന് തരാം. ഓഫ് കോഴ്സ് അവർക്ക് അങ്ങനത്തെ കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ പശുവിന് അതിന്റെ ക്വാളിറ്റി ഉള്ളൂ. ഇപ്പൊ ഇതിനെന്ന് പറയുമ്പോൾ ഇതിന് ഇതിന്റേതായ ക്വാളിറ്റി ഓരോന്നിനും നമ്മൾ നോക്കുന്നുണ്ടല്ലോ. പല സാധനങ്ങളും ഇപ്പൊ ഡ്രസ് ആണെങ്കിലും ബ്രാൻഡഡ് ആയ സാധനത്തിന് അതിന്റെ വിലയുണ്ട്. ഇപ്പൊ അംബാനി, നിത അംബാനി 1.5 ലക്ഷം 2 ലക്ഷത്തിന്റെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ ചാത്തൻ സാധനം 1000, 1500, 500, 800, 250 വരെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കാണാൻ അതേപോലെ ഇരിക്കും, ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ വലിപ്പത്തിലുള്ള ഒരു പശു മതി, പിന്നെ വെള്ളയും കറുപ്പും മതി, അതാണ് HF എന്ന് പറഞ്ഞിട്ട് 50-നും 30-നും 40-നും കൊടുക്കാൻ പറ്റും. നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അങ്ങനെ തന്നെയാണ്. റെഗുലർ കസ്റ്റമർ നമുക്ക് ഒരുപാടുണ്ട്. റെഗുലർ കസ്റ്റമേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ ലീവ് എടുത്തു. ആ സമയത്ത് ഞാൻ കച്ചവടമൊന്നും ഇല്ലാതിരുന്നിട്ടില്ല. നമുക്ക് വലിയ 1-2 ഫാമുകളുണ്ട്. അവർക്കൊരു 10-300ഓളം പശുക്കൾ നമുക്ക് എടുത്തു കൊടുക്കേണ്ടതായി വന്നു. സോ ഞാൻ അവിടെ തന്നെ നിന്ന് ഞാൻ അത് എടുത്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫാമിൽ ആക്റ്റീവായിട്ട് കുറച്ച് ദിവസം കച്ചവടം ഉണ്ടായിരുന്നില്ല. ഒന്ന് ഇതും കൂടിയാണ്, ഇതെടുത്തു കൊടുക്കുന്ന സമയത്ത് എനിക്കിവിടെ നിൽക്കാനും പറ്റില്ല. അതും കൂടെ ഒരു കാരണമാണ്.